ശ്രദ്ധേയമായി ഇന്ത്യ ദക്ഷിണ കൊറിയ ആർട്ട് എക്സ്ചേഞ്ച് മേള. ഇന്ത്യയിലും ദക്ഷിണ കൊറിയയിലും നിന്നുള്ള 20-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഇന്ത്യ ദക്ഷിണ കൊറിയ ആർട്ട് എക്സ്ചേഞ്ച് പ്രോജക്റ്റ് സാംസ്കാരിക വിനിമയ മേഖലയിലെ ഒരു പുതിയ കാൽവെപ്പായി മാറുകയാണ്. സാംസ്കാരിക വിനിമയത്തിനും സാമൂഹിക പരിവർത്തനത്തിനുമായി രൂപീകരിച്ച കൂട്ടായ്മയായ KKLM ഫൗണ്ടേഷനാണ് തൃശൂർ മാള ജിബി ഫാമിൽ അരങ്ങേറുന്ന പരിപാടിയുടെ സംഘാടകർ. ഇന്ത്യയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും 10 പേർ വീതമടങ്ങുന്ന വിഷ്വൽ ആർട്ടിസ്റ്റുകൾ പരിപാടിയുടെ ഭാഗമാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റിട്രീറ്റിൽ കലാകാരന്മാർ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം, സാംസ്കാരിക പൈതൃകം, പാരമ്പര്യങ്ങൾ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കലാപരവും സാംസ്കാരികവുമായ സമന്വയം ആവിഷ്കരിക്കുന്ന സൃഷ്ടികളാണ് മേളയുടെ പ്രധാന ആകർഷണം. ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇത് ഇന്ത്യ സൗത്ത് കൊറിയ എക്സ്ചേഞ്ച് ആർട്ട് പ്രോജക്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്ന് ഇന്ത്യൻ ആർട്ടിസ്റ്റുകളും കൊറിയൻ ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടെ ഒരു കൂടി കലർന്നൊരു വർക്ക്ഷോപ്പ് നടക്കുന്നു. അതിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു, ഭയങ്കര ഭംഗിയായിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാ രീതിയിലും നടന്നു. ജിബി ഫാമിൻ്റെ ഭയങ്കര സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇന്ന് ഇത് കൺക്ലൂഡിങ് ഡേ ആണ്. ഇന്ന് നമ്മളൊരു ചെറിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു ഇൻഫോർമൽ പ്രോഗ്രാമും കൂടെ വെച്ച് അത് നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നു. അവർ എല്ലാവരും തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ഏഷ്യയിലുടനീളം കലാപരമായ ഐക്യദാർഢ്യം ശക്തിപ്പെടുത്തുന്ന പരിപാടിയായ മ്യൂസിയം ഓഫ് ആർട്ട് ബൂമയുടെ ഏഷ്യ ആക്സിസ് പ്രൊജക്റ്റുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി സംഘടിപ്പിക്കുന്നത്. 한국과 인도의 예술 교류를 위해서 왔습니다. 그리고 우리는 이걸 1차 행사로 하면서 내년에는 인도의 예술가들을 한국에 초대할 것입니다. 그래서 서로 긴밀하게 연대하고 양국 간의 문화 교류를 계속 이어갈 것입니다. ഇരു രാജ്യങ്ങളിലെയും കലാകാരന്മാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയാണ് മേളയുടെ ലക്ഷ്യം. ജനം, തൃശൂർ.